ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു ദിവസം കൊണ്ട് തിയേറ്ററുകളിൽ നിന്ന് വിട പറയും. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് വിട പറയും. പുതിയ മലയാളം സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ട് തിയേറ്ററുകളിൽ നിന്ന് വിട പറയും എന്നൊക്കെ കരുതിയവരെ തികച്ചും നിരാശപ്പെടുത്തിയ ഒരു റീ റിലീസ് ചിത്രമാണല്ലോ ലാലേട്ടന്റെ ദേവദൂതൻ. ഇപ്പോഴത്തെ സിനിമ ഇന്നത്തോടെ തിയേറ്ററുകളിൽ നിന്ന് വിട പറയാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാളെ സിനിമയുടെ 4ാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് 2 ലക്ഷത്തിന് മുകളിലാണ്. ഇന്നും 5 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ ആകെ കേരള ഗ്രോസ് 4,30,00,000 വേൾഡ് വൈഡ് ഗ്രോസ് 5,30,00,000 നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ കളക്ഷൻ 5,50,00,000 എത്തപ്പെടില്ല എന്ന് കരുതുന്നു. എന്തായാലും ദേവദൂതൻ തിയേറ്ററുകളിലെ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അഡിയോസ് അമിഗോ കൂടാതെ കഴിഞ്ഞ ആഴ്ച 2 മലയാളം സിനിമകൾ കൂടി റിലീസ് ചെയ്തിരുന്നു. അവയുടെ കളക്ഷൻ വന്നിരിക്കുകയാണ്. അതിൽ ധ്യാൻ മുകേഷ് കോംബോയിലെത്തിയ സൂപ്പർ സിന്ദഗി എന്ന സിനിമ 25 ലക്ഷത്തിന് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടപ്പോൾ ചെക്ക് മെയ്റ്റ് എന്ന അനൂപ് മേനോൻ നായകനെത്തിയ സിനിമ 20 ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഈ 2 മലയാളം സിനിമകളും നടന്മാരുടെ മുൻ സിനിമകൾ പോലെ തന്നെ വൻ പരാജയമാണ് തിയേറ്ററുകളിൽ. അഡിയോസ് അമിഗോ എന്ന സിനിമയുടെ വെർഡിക്റ്റ് ഇനിയും ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും തിയേറ്ററുകളിൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷ നൽകുന്ന കളക്ഷൻ അല്ല സിനിമ ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 14 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 12 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 4,50,00,000 എത്തപ്പെടാനായിട്ട് ഒരുങ്ങുന്നു. ഈ ആഴ്ച പുതിയ മലയാളം സിനിമകൾ എത്തുന്നതോടെ ആ സിനിമകളോടൊപ്പമുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം ഏറെ നിർണായകമാണ്. ആസിഫ് അലി സിനിമയുടെ ഫൈനൽ കളക്ഷൻ വെർഡിക്റ്റ് എല്ലാം തന്നെ അറിയാനായിട്ട് കാത്തിരിക്കൂ. നാളെ റിലീസ് ചെയ്യുകയാണല്ലോ തങ്കലാൻ എന്ന സിനിമ. ചിയാൻ വിക്രമിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് തങ്കലാൻ. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കണക്ക് പുറത്തു വരുമ്പോൾ ഇന്നലെ ഇതേ സമയം പ്രീസെയിൽ 7 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നിപ്പോഴത്തെ 22 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു ഓക്കെ പ്രീസെയിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട് പ്രീസെയിൽ 4 കോടി പിന്നിട്ടതോടെ സിനിമ ഒരു മികച്ചൊരു തമിഴ്നാട് പ്രീസെയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കും നാളെ വരാനിരിക്കുന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ കേട്ട് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.